പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവുക. അവർ 2 ഫാനുണ്ട്, അത് കംപ്ലൈൻ്റ് ആണ്. പിന്നെ ലിബിയുടെ മുടിയിൽ കട്ട് ചെയ്യണം. സോ ദ ഡേ ഈസ് സ്റ്റാർട്ടിങ്. താറാവിനെ കൊണ്ടുപോവുക. താറാവിനെ കൊണ്ടുപോവാണ്. രണ്ട് ഫാനുണ്ടല്ലേ? ഓക്കെ, അങ്ങനെ ഫാൻ 2 ഒഴിച്ചു കഴിഞ്ഞു. ടെസ്റ്റിൽ എൻ്റെ ചെരുപ്പൊക്കെ എടുത്തിടുക. അവിടെ ഇരിക്കട്ടെ. ഫാൻ ബസ്സിലും പോകാൻ റെഡി ആയിട്ട് ഇരിക്കുക. ഫാൻ ഡിക്കിടകത്ത് മീൻകറി, അച്ചാറും. അമ്മയോട് വരാൻ പറ. ഇനി നേരെ ബ്യൂട്ടി പാർലർ, അത് കഴിഞ്ഞിട്ട് മറ്റേത് റിപ്പയർ ഷോപ്പ്. ആ ടോണി സ്പായിലോട്ട് ഞങ്ങൾ പോകുന്നത് ലിബിയുടെ മുടി വെട്ടാനായിട്ട്. വാ, ഇതെങ്ങനെ കയറും അവിടെ? ഇത് അപ്പുറം വഴി കയറണം കേട്ടോ. അയ്യോ, ഇപ്പം ലിബിയുടെ മുടി ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. വെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അവിടെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഉച്ചയാവുന്ന വരുമ്പോൾ. ഇവിടുന്ന് ഇനി ഇവിടുന്ന് പോകണം. വാ, നമ്മൾ വണ്ടി ഇത് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ അടുത്ത കടയിലോട്ട് പോവാ. നമ്മുടെ വണ്ടി അവിടെയാവാ. അവിടം വരെ വെറുതെ 10 മിനിറ്റ് വന്നില്ല. അവിടെ ഞങ്ങൾ കയറിയില്ല. അവസാനം അവർ പറഞ്ഞത് മുടി വെട്ടാനാണെങ്കിൽ അവർ വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിൽ ചെയ്തിട്ട് അപ്പോൾ അവർ ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന് ഉച്ച കഴിഞ്ഞിട്ട് വരാം. ലിബിയുടെ മുടി ഇവിടെ തന്നെ വെട്ടാം. ഉച്ച കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ഈ ഫാൻ കൊണ്ടേ കൊടുത്തിട്ട് വേറെ വീട്ടിൽ പോവാം. റിപ്പയർ ഷോപ്പിൽ മറ്റേ അതുകൊണ്ടേ കൊടുത്തു. അതിന് ലിബിയുടെ മുടി വെട്ടാനായിട്ട് ഉച്ച വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം സമയം 12 മണിയായി. 1 മണിയാകുമ്പോഴേ അയാൾ വരുമെന്ന് പറഞ്ഞു മുടി വെട്ടാൻ. അമ്മ അവിടെ മുടിയും വെട്ടി സാധനം വാങ്ങിച്ചിട്ട് വരത്തുള്ളേ. സമയം 12:53 ഞങ്ങൾ വീണ്ടും വന്നു. ഇപ്പം ലിബിയുടെ മുടി ഇതേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി വെട്ടിക്കഴിയുമ്പം എങ്ങനെയുണ്ടെന്ന് കാണാം. കിളിമുള്ള മുടി വെട്ടാനായിട്ട് പോവുക. ഈ മുടി വളരാനായിട്ടുള്ള ബെസ്റ്റ് ഇതെന്താണ് ഇവരുടെ പെണ്ണുങ്ങളുടെ ഫുഡല്ലേ?
അതാണില്ലാത്തത്. എന്നിട്ട് പറയുന്ന മുടി പോകുന്നു, മുടി കഴിയുന്ന ടെൻഷൻ വരുമ്പോൾ ഹെയർ ഫോൾ ഒരുപാടുണ്ടോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് എല്ലാം പോകും. ചേട്ടൻ്റെ ഒരു ഘട്ടം ഇനി ഞങ്ങൾ ഇനി വീണ്ടും വരും. നോക്കട്ടെ, മുടി പറക്കുന്നു. നല്ല പുള്ളി നന്നായിട്ട് മുടി വെട്ടി. ഹെയർ സ്റ്റൈലിഷാ.